ചോദ്യത്തിന്റെ മറുപടി ഞാനെന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. രണ്ട് പ്രധാന യുദ്ധങ്ങളാണ് ക്രിസ്തു നടത്താൻ പോകുന്നത്. ഒന്ന് വായിച്ചു എല്ലാവരും. മൃഗത്തിനും കള്ളപ്രവാചകന്മാർക്കും നേരെ നമ്മുടെ കർത്താവ് പോരാടുന്നത്. കൂടാതെ അടുത്തത് സർവ രാഷ്ട്രങ്ങൾക്ക് നേരെ കർത്താവ് പോരാടുന്നത്. ആമേൻ. ഇത്രയും കാര്യങ്ങളൊക്കെ അറിയാത്തത് കൊണ്ടാണ് ഒരുപാട് ആളുകൾ തെറ്റിച്ച് യുദ്ധങ്ങളെ കുറിച്ച് പഠിപ്പിക്കുന്നത്. ഒടുക്കം ഇതാ ക്രിസ്തു പോരാടുന്ന ഒരു ഭാഗത്തേക്ക് നമുക്കൊന്ന് വരാം. ഒന്ന് വായിച്ചവരും ഈ മഹാസർപ്പത്തോട് നമ്മുടെ കർത്താവിന്റെയും പോരാടും. അങ്ങനെ തന്നെ എഴുതിയിരിക്കുന്ന വെളിപ്പാട് 20:8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. ഇത്രയും ഭാഗത്ത് നിന്ന് ക്രിസ്തുവിന്റെ പോരാട്ടങ്ങൾ എന്തൊക്കെയുണ്ട് എന്ന് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞിരിക്കുക. സന്തോഷമാണോ നിങ്ങൾക്ക്? ഈ യുദ്ധങ്ങളിൽ ഇനി നടക്കാൻ പോകുന്ന യുദ്ധങ്ങൾ ഏതാണെന്ന് പിന്നാലെ ഞാൻ വിശദീകരിക്കും. നമ്മൾ അടക്കമുള്ള യുദ്ധങ്ങളുണ്ട് അതിനകത്ത്. അതായിരിക്കും നമ്മൾ പഠിക്കുന്നത്. നമ്മൾ ചേർന്നിട്ടുള്ള യുദ്ധങ്ങൾ ക്രിസ്തുവിനുണ്ട്. ആ യുദ്ധങ്ങൾ ഏതായിരിക്കുമെന്ന് ഒടുവിൽ നമുക്ക് പഠിക്കാൻ കഴിയും. ഇപ്പോൾ നമ്മൾ ആ ഭാഗം വിടുന്നു. ഇനി നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. വേറൊരു പാർട്ടിയുടെ യുദ്ധം പറയുന്നത് രണ്ടാമത്തെ മൃഗത്തിന്റെ പോരാട്ടം. ആരുടെ പോരാട്ടമാണത്? എതിർ ക്രിസ്തുവിന്റെ പോരാട്ടമാണത്. ആന്റി ക്രൈസ്റ്റ്, എതിർ ക്രിസ്തുവിന്റെ പോരാട്ടം. അതെങ്ങനെയാണെന്ന് വിശദമായി നമ്മൾ പിന്നീട് പഠിക്കും. അത് 2 അധ്യായങ്ങളായി നമ്മൾ പഠിക്കാൻ പോകുകയാണ്. അവന്റെ പോരാട്ടം എങ്ങനെയായിരിക്കും എന്ന് ജസ്റ്റ് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഒന്ന് നോക്കൂ നിങ്ങൾ. അവൻ ഒറ്റയ്ക്ക് നടത്തുന്ന യുദ്ധങ്ങളുണ്ട്. ഒന്ന് ചിന്തിച്ച്. 2 സാക്ഷികളോട് അവൻ നടത്തുന്ന യുദ്ധങ്ങൾ. ആരാണ് 2 സാക്ഷികൾ എന്നൊക്കെ എന്റെ ബുക്കിൽ ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്. നമ്മുടെ കുമാർ പാസ്റ്ററുടെ കയ്യിൽ ആ ബുക്കുണ്ട്. എപ്പോഴും സാധനം വരുന്നത് അദ്ദേഹത്തിന്റെ കയ്യിൽ ആ ബുക്കുണ്ട്. അതിനകത്ത് ഞാൻ എഴുതിയിട്ടുണ്ട്. ഇതാ വിശുദ്ധന്മാരോട് ഈ ആന്റി ക്രൈസ്റ്റ് നടത്തുന്ന യുദ്ധങ്ങൾ. 10 രാജ്യങ്ങൾ അടക്കം അവൻ നടത്തുന്ന യുദ്ധങ്ങൾ 2 ഒന്ന് വായിച്ചു നോക്കിയാൽ 2 യുദ്ധങ്ങൾ. ആ 2 യുദ്ധങ്ങൾ വിശുദ്ധന്മാരോട് ബന്ധപ്പെട്ട ഒരു യുദ്ധമുണ്ടല്ലോ അവിടെ. ശ്രദ്ധിച്ചോ? കുതിരപ്പുറത്തിരിക്കുന്നവനോടും അവന്റെ സൈന്യത്തോടും എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവാണ് വെള്ളക്കുതിരപ്പുറത്തിരിക്കുന്നത്. അവന്റെ സൈന്യം ഒരു വിഭാഗം നമ്മളും കൂടെയാണ്. ആമേൻ. അതുകൊണ്ട് നമ്മളോടും അവൻ എന്ത് ചെയ്യുന്നുണ്ട്? യുദ്ധം ചെയ്യുന്നുണ്ട്. അടുത്തത് അവൻ കുഞ്ഞാടിനോട് പോരാടും എന്ന് എഴുതിയിരിക്കുന്നു. അത് വെളിപ്പാട് 17 കാണുന്ന യുദ്ധമാണ്. ഇനി ഒടുക്കം അവൻ മഹാവേശിയോട് പോരാടുന്ന ഒരു പോരാട്ടമുണ്ട്. ഞാൻ അത് കാണിച്ചത്. ഇനി മൂന്നാമത്തേതും നിങ്ങൾ വായിച്ചോ? താഴെ വായിച്ചായിരുന്നോ? മഹാവേശിയോട്. ഇനി പിശാചിന്റെ പോരാട്ടങ്ങൾ ഏതൊക്കെയാണ്? മഹാസർപ്പത്തിന്റെ പോരാട്ടങ്ങൾ ഏതൊക്കെയാണ്? അതും കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് നമ്മുടെ യുദ്ധത്തിലേക്ക് കയറാം. എല്ലാവരും സന്തോഷമാണെങ്കിൽ 2 ഹല്ലേലൂയ പറഞ്ഞാൽ വായിച്ചാട്ട് നിങ്ങൾ ഓരോരുത്തരായിട്ട്. ഏദനിൽ നിന്ന് യുദ്ധം ആരംഭിച്ചു. ഭൂമിയിലെ എല്ലായിടങ്ങളിലും അവൻ യുദ്ധം ചെയ്യുന്നുണ്ട്. സ്വർഗത്തിൽ ഇരുന്ന് അവൻ യുദ്ധം ചെയ്യുന്നുണ്ട്. ഇസ്രായേലുമായി അവൻ യുദ്ധം ചെയ്യുന്നുണ്ട്. പ്രിയ നഗരത്തിൽ വെച്ച് അവന്റെ യുദ്ധം അവസാനിക്കും. ഇതെല്ലാം നമ്മൾ ഓരോന്നായിട്ട് എടുക്കും. എന്നാൽ ഒരു ഇൻട്രഡക്ഷൻ എന്ന നിലയിൽ വിശാലമായി പഠിക്കാൻ കിടക്കുന്ന ഒരു ഭാഗമാണിത് എന്ന് അറിയുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഒരു സ്തോത്രം പറയല്ലേ? കഴിഞ്ഞിട്ടില്ല. നമുക്ക് അങ്ങോട്ട് മുമ്പോട്ട് പോകാം. ഇനി നമുക്ക് യുദ്ധത്തിന്റെ നെക്സ്റ്റ് ഭാഗത്തേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. എടുത്താട്ടെ ഈ ഭാഗം ഒന്ന് ശ്രദ്ധിക്കും. മീഖായേലും തന്റെ ദൂതന്മാരും നടത്തുന്ന യുദ്ധങ്ങളുണ്ട്. ആ യുദ്ധത്തിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. മീഖായേലിന്റെയും ദൂതന്മാരുടെയും പോരാട്ടമാണ്. ഒന്ന് ശ്രദ്ധിച്ചാട്ടെ നിങ്ങൾ. 1 ആകാശത്തിൽ വെച്ച്, 2 സ്വർഗത്തിൽ വെച്ച്. ഈ 2 കാണാൻ കഴിയണം. ഇത് 2 രീതിയിലാണ് ആ സൈന്യങ്ങൾ പോരാടുന്നത്. ഈ പോരാട്ടം ഇന്നും നമ്മോട് ബന്ധപ്പെട്ട് ചെയ്യുന്നതുകൊണ്ട് അതിനെ നമ്മൾ ജയിക്കുന്നുണ്ട്. ഇനി ജയിക്കുകയും ചെയ്യും. ആ ഉറപ്പുള്ളവർ എത്ര പേരും സന്തോഷത്തിൽ